സ്ത്രീകൾക്കെതിരായ കുട്ടികൾക്കെതിരായ വലിയ അതിക്രമങ്ങൾ കൊലപാതകങ്ങൾ അടക്കം ഈ നാട്ടിലുണ്ടായപ്പോൾ മൗനമണ്ഡൂകങ്ങളായിരുന്നു ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ എന്ന ആക്ഷേപം കഴിഞ്ഞ കുറേ കാലമായി പൊതുവായി ചർച്ച ചെയ്യുന്നതാണ്. ഈ സാംസ്കാരിക പ്രവർത്തകർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടോ എന്ന ചർച്ചകളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പരിശോധിച്ച് കേസെടുക്കണം എന്നാവശ്യമായി സിനിമ സാംസ്കാരിക പ്രവർത്തകരിലെ ചിലർ ഇന്ന് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഒരുപാട് ലീഗൽ കാര്യങ്ങളുണ്ട്. നമ്മുടെ അംഗങ്ങൾ കുറേ മൊഴി കൊടുത്തിട്ടുണ്ട്. അവരുടെ അടുത്ത് സംസാരിക്കണം. അത് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ലീഗൽ ഒപ്പീനിയനൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഇത് WCCയിൽ നിന്ന് രാജിവെച്ച് പോയ മറ്റൊരാൾക്ക് സിനിമയിൽ കൂടുതൽ അതിന് അവസരങ്ങൾ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് അവരവരുടെ എക്സ്പീരിയൻസും അവരവരുടെ മൊഴികളും അത് ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒരു എന്നാ പറയുന്നത്, അത് ഒരു പോയിന്റർ അല്ലേ. കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിട്ട് ആ കുറ്റം ചെയ്ത ആളിനെ പുറത്തു വിടുന്നില്ല, അയാളെ സംരക്ഷിക്കുന്നത് എന്തിനാ? അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടിയല്ലേ ഇപ്പോൾ അത്. പുറത്തു വിടുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഇടിഞ്ഞു വീഴും, ആരൊക്കെയോ തകർന്നു പോകും. ആ തകർന്നു പോകുന്നത് തങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും. ഇതാണല്ലോ പുറത്തു വിടാതിരിക്കുന്നതിൻ്റെ കാരണം. റിപ്പോർട്ട് കിട്ടിയപ്പോൾ അത് പരിശോധിച്ച് നിലപാട് അല്ലെങ്കിൽ തീരുമാനമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തയ്യാറാവേണ്ടതായിരുന്നു. തുടർന്നുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് ശബ്ദമുയർത്തിയവരോട് എന്തായാലും ഞാൻ അഭിനന്ദനം പറയുകയാണ്. അവരോട് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരണം. അതിനെതിരായിട്ട് എല്ലാവരും ശബ്ദം ഉയർത്തണം, അതിനൊരു പരിഹാരം കണ്ടെത്തണം. സ്ത്രീകൾക്ക് അത്രയും സുരക്ഷിതമായിട്ട് അവരുടെ കലാമേഖലയിൽ ഉയർന്നു നിൽക്കാൻ സാധിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. തെളിവ് സഹിതമാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ തെളിവ് അവർ കയ്യിൽ വെച്ചിരിക്കുന്നു. അത് വെച്ചിട്ടാണ്, ഇതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഒരു മാഫിയ രാജ് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സ്ത്രീകളെ കാണുമ്പോൾ എപ്പോഴും ഒരു ലൈംഗിക ഉപഭോഗ വസ്തുക്കളായിട്ട് കാണുന്ന രീതി, ഇതൊക്കെ മാറ്റിയെടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്ന സർക്കാർ ഈ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം.